ഇതിൽ ശരിക്കും ഒരു ഡാറ്റ ട്രെയിനിങ് നടക്കുമോ? നിലവിലിപ്പം ഡാറ്റ കളക്ട് ചെയ്യുന്ന സംഭവമാണ്. നമുക്കൊരു ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്കൊരു പുതുമയാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒരു വേർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇമേജ് ഓഫ് എ ലേഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിക്കണം, ഇന്ത്യൻ ലേഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് വരുന്ന ലോകത്തുള്ള ഏതൊരു ലേഡിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് ഡാറ്റാസ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം റീഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പിന്നെ ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഈ ജനറേഷൻ ഒരിക്കലും അത് നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടല്ലോ കൊച്ചുങ്ങൾ, ഇവരെ ഫോട്ടോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ കൊടുക്കാതിരിക്കുക, അത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് മരിച്ച ഒരാളെ തിരിച്ചുകൊണ്ടെന്ന് പറയുന്നത് 25 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരാളുടെ ഡാറ്റ വെച്ചിട്ടാണ്. അതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ല നമുക്ക് ചെറിയൊരു ഫോട്ടോഗ്രാഫ് ആയിരുന്നു, വളരെ ഫോട്ടോ ആയിരിക്കും, ഡിസ്ഫിഗർമെന്റ് ഒന്നും കാണാൻ പോലും പറ്റാത്ത ഒരു ഫോട്ടോ ആയിരിക്കും. അത് കൊടുത്തിട്ടാണ് ഇന്ന ഔട്ട് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് സാധനം തരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഡാറ്റാസാ കൊടുത്തുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു സംഭവം. ഇപ്പൊ യങ് ബോയ് ഹോൾഡിങ് ഐസ് കാൻഡി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇമേജ് വേണമെന്ന് ഞാൻ ChatGPT ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഒരു ഇമേജ് തരികയാണെങ്കിൽ അത് ആക്ച്വലി ജീവനോടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലോകത്തുള്ള എവിടെയും ജീവിച്ചിരിക്കുന്ന ആവാതിരിക്കാം. പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ കണ്ണ് നമ്മൾ ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും റെഫറൻസ് ആയിരിക്കും എടുക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കിപ്പോൾ ഈ മോഡൽ ഞാൻ ബിൽഡ് ചെയ്തെന്ന് വിചാരിച്ചോ, ബ്രോയുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ട് ഞാൻ ബിൽഡ് ചെയ്തു. അപ്പോൾ അതിൽ ബ്രോ രാവിലെ എണീക്കുന്നു, ഉറക്കണിക്കുന്നു, ഒരു സെൽഫി എടുക്കുന്നു, എന്നിട്ട് ജോലിക്ക് പോകുന്നു, ഇവിടെ വരുന്നു, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നു, കോഫി ഷോപ്പിൽ പോകുന്നു. അപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ബ്രോ വാലറ്റ് എടുത്തപ്പോൾ കാർഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്രോ ഫോട്ടോ വേറെ സെൽഫി എടുത്ത വീടിൻ്റെ അഡ്രസ്സിൻ്റെ അടുത്താണ്. എന്നിട്ട് ഞാൻ ബ്രോയുടെ അക്കൗണ്ട് കൊടുത്തിട്ട് ഇയാളുടെ അഡ്രസ്സ് വേണം, ഇതെല്ലാം ഡീറ്റെയിൽസ് വേണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഫുൾ അക്കൗണ്ട് ഫുൾ അനലൈസ് ചെയ്യും. എന്നാൽ ടൈം എടുക്കും, ഗ്രാഫിക്സ് കാർഡിംഗ് യൂണിറ്റ് പോലെയാണ് നടക്കുന്നത്. ടൈം എടുത്തിട്ട് ബ്രോയുടെ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാർഡ് ഡീറ്റെയിൽസ്, ഇത് മൊത്തം എനിക്ക് എടുത്ത് തരും. പോസിബിൾ ആണ്. അത് ഒരാൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പ്രോഗ്രാം. അതായത് ബ്രോയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ബ്രോയുടെ അക്കൗണ്ട് ഏതൊക്കെയാണ്, ബ്രോയുടെ പേരെന്താണ്, ക്രെഡിറ്റ് കാർഡ്, അത് ബ്രോ അറിയുന്നില്ല. ഇപ്പൊ വാലറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, അപ്പൊ അതിൽ കാർഡ് ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ, ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് തരും. അത് 1-2 ഫോട്ടോ അല്ല ബ്രോ, ഇത്രയും നാൾ ഇട്ട ഫോട്ടോ എന്നാ. ഇതൊക്കെ ചെയ്യേണ്ടത് പോസിബിളാ. ഇതാണ് സോഷ്യൽ മീഡിയ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ വാട്സാപ്പ് അവര് കളക്ട് ചെയ്യുമെന്ന് പറയും, മെറ്റയല്ലേ. ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ മെറ്റ, എനിക്ക് തോന്നുന്നു മെറ്റയില് മെറ്റയാണെങ്കിലും ട്വിറ്ററിന്റെ ആക്ടേഴ്സിന്റെ ഡേറ്റ കിട്ടുമല്ലേ. ഗ്രോക്കിലാണ് ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ. ഇപ്പൊ നമുക്ക് ആക്ടേഴ്സിന്റെ പേരിട്ട് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അവരുടെ ഡാറ്റ കിട്ടും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മിഡ്ജേണിയാണ്. അപ്പൊ മിഡ്ജേണിയിൽ അങ്ങനെ കിട്ടത്തില്ല. അതില് കണ്ടന്റ് പോളിസി ഒക്കെ ഉണ്ട്, വയലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭീകര സീൻസ് ഒക്കെ കിട്ടുന്നത്, അക്കൗണ്ടൊക്കെ ബാൻ ആയി പോകും. അതേ സമയത്ത് ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെറ്റ ആയാലും ഗ്രോക്ക് ആയാലും കളക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും കളക്ട് ചെയ്യുന്നുണ്ട്. ഒന്നും ഫ്രീ അല്ല ശരിക്കും. അല്ല, നിലവിൽ വെച്ചാൽ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ. പക്ഷെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് ഇതൊരു കൗതുകം മാത്രമാണെന്നേ ഉള്ളൂ. ഇപ്പൊ ഗെയിംലി സ്റ്റൈലിന്റെ കേസ് പറഞ്ഞില്ല, ഇപ്പൊ വൈറലായ സമയത്ത് ഈസി ആയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർ വരെ ട്രൈ നോക്കുക. കാരണം വെച്ചാൽ നമ്മള് ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി ഒരു കൗതുകത്തിനായിരിക്കും. ഇവൻ നമ്മള് മരിച്ചുപോയ ആൾക്കാരുമായിട്ടുള്ള ഒരു സെൽഫി തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് മാർച്ചിലായിരിക്കും അവർ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്. മാർച്ചിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ നോർമലി അറിയാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് ഫോട്ടോ കൊടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് അറിയാവുന്ന കുറച്ച് പേരുള്ളൂ. പിക്സൽ സ്റ്റൈൽ ഒരുപാട് സ്റ്റൈലുണ്ട്. അപ്പോൾ അതെന്ത് ഇവർക്ക് ഈ പ്രൊമോഷൻ ഒന്നും ചെയ്യാതെ ഈ ഗിബ്ലി സ്റ്റൈലുകൊണ്ട് അവർക്ക് എല്ലാം കിട്ടി. ഇത്രയും ആൾക്കാരുടെ ഡേറ്റ അവർ കളിക്കും. കാരണം വെച്ചാൽ ഇതുവരെ ChatGPT യൂസ് പോലും ചെയ്യാത്ത ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന് വേണ്ടി മാത്രം ലെവൽ ലോ ആയി. അവർ അതിന്റെ CEO ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ അതിൽ പലപ്പോഴും ഈ അങ്ങനെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളൊക്കെ കൂടെ വരുന്ന കുറെ ഫോട്ടോസ് ഒക്കെ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ പിള്ളത്തെ കാര്യം എന്തായിരുന്നു? അത് ചുമ്മാ എന്റെ അറിവില് ചുമ്മാ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു സ്പേസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള. അതിപ്പോ ഞാൻ ബ്രോയുടെ ഫോട്ടോ കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ഔട്ട് കിട്ടും. അതിന്റെ അടുത്ത് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരാളും കൂടെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ കയറി വരും. പിന്നെ എറേഴ്സ് വരാറുണ്ട്, അത് വളരെ റെയറാണ്. ഒരു കൊച്ചും കൂടെ കയ്യിൽ വരുന്നത്, അതൊക്കെ വളരെ റെയറാണ്. പിന്നെ ഇതാക്കണമല്ലോ, അതിന് വേണ്ടിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ കാണുമല്ലോ. കാരണം വെച്ചാൽ ഇപ്പൊ നോർമലി ഇടുന്ന സാധനം ഓക്കെ എല്ലാവരും കണ്ടുകൊണ്ട് വരുമ്പോഴത്തേന് ഓക്കെ വേറൊരു സംഭവം ആയി കഴിഞ്ഞാൽ അതിനെന്തല്ല ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കില്ലേ. ആ സാധനം ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്തു. അപ്പൊ എല്ലാം നമ്മൾ ഇതുവരെ കണ്ടതിൽ ഇങ്ങനെ കയ്യിൽ കുഞ്ഞുങ്ങളായിട്ട് വന്ന സംഭവം ഒന്നും എല്ലാം എററൊന്നും അല്ല. ചിലത് വന്ന് കാണാം, 1 2 വന്ന് കാണാം, ബാക്കിയെല്ലാം അത് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഫോട്ടോ കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. ഇപ്പൊ ബ്രോ ഇവിടെ നോർമൽ ഇരിക്കുന്ന ഫോട്ടോ കൊടുത്തതിന് അങ്ങനെ ഒരിക്കലും വരത്തില്ല. അതേസമയം കൺജസ്റ്റഡ് ആയിട്ട് എവിടെയും നിൽക്കുന്നു, കൈയൊക്കെ ഡിഫറെന്റ് ആംഗിളൊക്കെ വയ്ക്കണമെങ്കിൽ ചിലപ്പോൾ ഒന്നും വരാം. ഒരുപാട് ക്ലിയർ ആവാത്തൊരു സ്ഥലത്ത് ആ ഒരു സ്പേസ് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ വെസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ചോദാന്തൻ നോളൻ എഴുതിയൊരു സീരീസ് ഉണ്ട്,
കൃഷ്ണനോളുടെ അനിയൻ. അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ കൂട്ടൊരു ഒരു പാർക്ക് പോലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അവിടെ പോയിട്ട് മനുഷ്യന്മാർക്ക് എന്തും ചെയ്യാം. ആ AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവർ ആക്ച്വലി റോബോട്ട്സ് ഹ്യൂമനോയിഡ് റോബോട്ട്സ്, അവരെന്തും ചെയ്യാം. പക്ഷെ ഒരു പോയിന്റിൽ അവർക്ക് ഹ്യൂമൻസ് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഇമോഷൻസ് വരും. എന്നിട്ട് അവർ ഹ്യൂമൻ റേസിനെതിരെ തിരിയുന്നതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അത് 3 സീസണിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം അത് ആളുകൾക്ക് വേറെ ഐഡിയ കൊടുക്കും എന്നൊക്കെയുള്ള പല പല കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ അതുപോലത്തെ ഒരു സാധ്യത ഉണ്ടോ? AI മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധ്യത വരുമോ? അത് ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ChatGPT അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം ChatGPT എടുത്ത ഹലോ എന്തുണ്ടല്ലോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു രാവിലെ ചായ കുടിക്കാതെ കൈ ഡെയിലി കോണ്ടന്റ് AI ക്രിയേറ്റ് ചെയ്യണം. രാവിലെ എണീച്ച് വന്ന സിസ്റ്റം ഓൺ ആക്കുക, ഓരോ വർക്ക് എടുക്കുക. അപ്പൊ അത് ചെയ്യാതെ വരുമ്പോൾ നമുക്കൊരു അത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അത് പണ്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഉറങ്ങുമ്പോൾ പോലും ഡ്രീംസിൽ ഓരോരോ ഡിഫറെന്റ് ഐറ്റം സാധനങ്ങളാണ് മനസ്സിൽ വരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ നമ്മള് കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് വെളുപ്പിന് 3 മണിയാകുമ്പോഴത്തേന് ബ്രോ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഓക്കെ ബ്രോ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ അതിന്റെ പണി തുടങ്ങിയിരിക്കും. കാരണം അരമണിക്കൂറിൽ സ്ക്രിപ്റ്റ് കഴിഞ്ഞു, ഒരു 10-20 വോക്കൽ കഴിഞ്ഞു. പിന്നെ മൈൻഡ് ഫുൾ ഇതിലോട്ടായിരിക്കും. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് നമ്മൾ സെൽഫായിട്ട് തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ടിരിക്കും. മച്ചാൻ പറഞ്ഞൊരു കാര്യം, ഈ എന്താണ് റോബോട്ട്സ് ചിന്തിച്ചു തുടങ്ങുന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ആളുകളെ കൊല്ലാൻ തുടങ്ങും ആ രീതിയിലുള്ള. ഞാൻ UK എന്നുള്ള ഒരു റിസർച്ചർ ഉണ്ടായിരുന്നു, മാത്ത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പുള്ളി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്, AI ഫ്യൂച്ചർ എന്തായിരിക്കും, ഫിലോസഫറാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, ഈ കൊല്ലുക എന്നൊക്കെ പറയുന്നത് മാനുഷികമായിട്ടുള്ളൊരു ആക്ഷനാണ്, റിവെഞ്ച് എന്നൊക്കെ പറയുന്നത്. AI എന്ന് പറയുന്നത് സൂപ്പർ കോൺഷ്യസാണ്, ഒരാളുടെ ബ്രെയിൻ അല്ല, ഒരാളുടെ തോട്ട് പ്രോസസ് അല്ല. ഒരുപാട് പേരുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് കൂടുതൽ ഇവിടെ കിടക്കുന്നത്, എബിലിറ്റിയാണ്, കപ്പാസിറ്റിയാണ്. അപ്പം അതൊരിക്കലും ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ റിവെഞ്ച് എന്നുള്ളൊരു ഇമോഷനിലോട്ടൊന്നും അല്ല പോവുക എന്നുള്ളൊരു പോസിബിലിറ്റിയാണ്. കാരണം അത് ഹയർ ലെവലാണ്, സൂപ്പർ കോൺഷ്യസ് ആണ്. ഒരു നമ്മളെ മനുഷ്യൻ നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രോഗ്രാം ചെയ്താൽ മാത്രമേ ആ സാധനം ചെയ്യത്തുള്ളൂ. പിന്നെ ഇമോഷണൽ ഓവർ ആകുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. AI ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫേഴ്സ് വരുന്നു ഭീമമായിട്ടുള്ള. അത് ആക്ച്വലി ഒരു ഏതെങ്കിലും ഒരു ആളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ വെച്ചിട്ട് ഒരു വൾഗർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ ഒക്കെ അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫേഴ്സ് വരുന്നത്. വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് മോർണിംഗ് കൂടെ സംസാരിച്ചതേ ഉള്ളൂ അതിനെ പറ്റിയിട്ട്. അതായത് ഒരു വോക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയാണ് സംഭവം, ഒരാൾ അഭിനയിച്ചു, പേയ്മെന്റ് മേടിച്ചിട്ട് ഒരു ഫിക്ഷൻ അല്ല അല്ലേ, സംഭവം. അതല്ല, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അപ്പം ഇതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ആ ആർട്ടിസ്റ്റ് പേയ്മെന്റ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. 10,000 രൂപ മേടിച്ചു. എന്നിട്ട് പുള്ളി മാറി, ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞ വേറൊരാള് അതിന് പകരം അത് ചെയ്തു. കൊച്ചിയിൽ ഷൂട്ട് നടന്നു, സംഭവം നടക്കുകയാണ്. അപ്പോൾ ആ ക്രൂവിലുണ്ടായിരുന്ന ഒരാൾ നിന്ന് അഭിനയിച്ചു. മറ്റേ പുള്ളി പറഞ്ഞു 40,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇവര് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി. അപ്പൊ പുള്ളി ഈ അഭിനയിച്ച ആളെ മാറ്റിയിട്ട് പുള്ളിയുടെ ഫേസ് കൊണ്ടുവരണം. ഇത് എന്താണെന്ന് പറയുന്നില്ലേ, കഥ മൊത്തം പറഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഈ സംഭവം പറയുന്നത്. ഇതിനൊരു ക്രിമിനൽ സാധ്യത ഒരുപാടുണ്ട്. ഡിപെൻഡ്സ് അപ്പോൺ പീപ്പിൾസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ കോഴ്സിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ആർക്കും എങ്ങനെയും പഠിക്കാം. പക്ഷെ നമ്മുടെ കോഴ്സായിട്ട് ലോഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ കോൺസിക്വൻസസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ എത്രത്തോളം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യാന്നുള്ള കാര്യം അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇഷ്യൂ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആക്ടേഴ്സ് കോപ്പിറൈറ്റ് എടുക്കാൻ തുടങ്ങി AI. അത് അവരുടെ സ്വന്തം AI യൂസ് ചെയ്യണമെങ്കിൽ കോപ്പിറൈറ്റ് എടുത്തു തുടങ്ങി. അപ്പൊ അതുപോലെ ഇനി ഇവിടെയും വരും. ടോം ക്രൂസിനെ കോപ്പിറൈറ്റ് വന്നു തുടങ്ങി. ടോം ക്രൂസിന്റെ കേസില്ല. ഇപ്പം നമ്മൾ അവിടുത്തെ വിട്ടിട്ട് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ തന്നെയും ഇവിടെയും നമ്മൾ ആർട്ടിസ്റ്റിനെ കുറെ ആക്ടേഴ്സിന്റെ ലിസ്റ്റ് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചായിരുന്നു. ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. അതുപോലെ ഇനി മലയാളത്തിലും വരും. ഇപ്പം നമ്മൾ ലാലേട്ടനായാലും കോപ്പിറൈറ്റ് വരും. അവർക്ക് പേയ്മെന്റ് വേണം. ശരീരത്തിന് കോപ്പിറൈറ്റ് ആ രൂപത്തിന് വരും. ആ ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പൊ ചെറിയൊരു ഷോർട്ട് ഗ്ലിംപ്സ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വിചാരിച്ചോ, പുള്ളിക്കാരന്റെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ പേടിഎമ്മിലൊക്കെ പൈസ റിസീവ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ നന്ദി ഉണ്ടെന്ന് പറയുന്നതല്ലേ, അതിനകത്ത് ഇപ്പൊ മമ്മൂക്കയുടെ ശബ്ദമാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ AI ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത്രയും വോയിസ് കോമ്പിനേഷൻസും അതിൽ എനിക്ക് തോന്നുന്നത് റെക്കോർഡഡ് ആണെന്നാണ് തോന്നുന്നത്. സെയിം സൗണ്ട് ആണ് കേൾക്കുന്നത്. നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ മോഡൽ ഫോട്ടോ ട്രെയിൻ ചെയ്യുന്ന പോലെ വോക്കലും ട്രെയിൻ ചെയ്യാൻ പറ്റും. ഡബിങ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡബ് ആക്ച്വലി ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. പാട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ, മനസ്സിലായോ മുഴുവനായിട്ട്. ഇവൻ നമ്മൾ തന്നെ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സിൽ നമ്മൾ കൂടുതലും നമ്മൾ തന്നെ മ്യൂസിക് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മലയാളമൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ മലയാളം പാട്ട് എഴുതിയിട്ട് ഞാൻ പാടിപ്പിച്ചു നോക്കി. കാരണം പുള്ളിക്ക് മലയാളം ഫസ്റ്റ് കിട്ടുന്നില്ല.
അപ്പോൾ നമ്മൾ തെലുങ്കിലൊക്കെ ഉള്ള പാട്ടുകൾ മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടല്ലോ. അപ്പൊ ആ ഫ്ലോ വെച്ചിട്ട് അതിലെ വേർഡ്സ് ഉണ്ട് കുറച്ചുകൂടെ ഈസിയാണ് പറയാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എഴുതി വെക്കി ഞാൻ പഠിപ്പിച്ചപ്പോ മലയാളം കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളിനെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് ഏക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ആ ലിമിറ്റേഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റേഷൻ അവിടെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ സക്സസ് ആവുന്നത്. അതെ, അവിടെയാണ് നമ്മളുടെ ഒരു ഇൻപുട്ട് എന്ന് പറയണത്. കംപ്ലീറ്റ്ലി അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ക്രിയേറ്റീവ് എബിലിറ്റി ഉണ്ടാവണം. അതായത് ഇപ്പം മലേഷ്യ വാസുദേവൻ എന്നുള്ള 2012 അന്തരിച്ചിട്ടുള്ള ഒരു ഗായകന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് മനസ്സിലായോ എന്നുള്ള പാട്ട് അനിരുദ്ധ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉപയോഗിച്ചിട്ട്. കുറെ പേർക്ക് ഇപ്പോഴും അത് ആക്ച്വലി വന്ന് പാടിയതാന്ന് വിചാരിച്ചിരിക്കുക അവര്. ആക്ച്വലി അപ്പൊ ഈ ഗായകരുടെ സൗണ്ടിന്റെ ഇത്ര അധികം അവരുടെ പാട്ടുകളുള്ള സ്ഥിതിക്ക് അവര് ഇനിയിപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇല്ലാതായാലും അവരെ യൂസ് ചെയ്യാൻ പറ്റും പ്രോപ്പർ. അതിന് ലീഗിലുള്ള കാര്യങ്ങൾ പിന്നെ മുമ്പിലോട്ട് വരും. 100% അത് വന്നിട്ടില്ല. അതിന്റെ ലീഗൽ ക്രൈറ്റീരിയസ് ഇനി വരത്തേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മളെല്ലാം കാണുന്ന ഒരു കൗതുകം സൈഡാണ് ഇപ്പൊ കൂടുതൽ നിൽക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. അതെ, അപ്പൊ ഇതിന്റെ കോറിലേക്ക് മാറുമ്പോൾ എല്ലാം വരുന്നത് അതുകൊണ്ടാ. ഇതിന് ഞങ്ങൾ മാറും. ഇനി വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് പീക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 25 to 30 അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു എയില്. അതൊരു സ്റ്റോറി ടെല്ലിംഗ് ബേസിൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ കേരളത്തിൽ നമ്മളാണ് ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരുന്നതും ചെയ്യുന്നത്. ഒരു 25 ഓൾമോസ്റ്റ് കഴിഞ്ഞു. സ്റ്റോറി ടെല്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കാരണം വെച്ചാൽ നമ്മളൊരു സ്റ്റോറി ആയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞു പോകുക. അതിനകത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യിക്കുകയാണ്. ബ്രാൻഡ് ആദ്യം ഇവര് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു, ആർക്കൊരു ഉറപ്പില്ലായിരുന്നു. അപ്പൊ ഇത് ചെയ്തു തുടങ്ങി, അത് ക്ലിക്ക് ആയപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. നമ്മള് ഇത് മീൻസ് ഹയർ ചെയ്ത് വന്നു തുടങ്ങിയത്. ഈ കനവകഥയുടെ ഫ്യൂച്ചർ എന്താ, ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള പ്രൊജക്ട്സ് ഒക്കെ എന്താണ്? നമ്മൾ കുറച്ചും കൂടി കൂടുതൽ മൂവിയിലോട്ട് ഫോക്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. ഒരുപാട് പെൻഡിങ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ലൈവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളൊരു 4 to 5 months ആയി അതൊരു പ്ലാനിൽ. പക്ഷെ നമുക്ക് ഈ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഔട്ട് ആവുന്ന സമയത്ത് അപ്പോൾ അതിനെതിരെ ഓക്കെ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് പല ബ്രാൻഡ്സ് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിലേക്ക് പോകും. അപ്പം അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സ്പേസിലല്ല ഞങ്ങൾ 4 പേര് ഇരിക്കുന്നത്. ഞങ്ങൾ നമുക്ക് റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്താണ്. അപ്പോൾ ശ്രീത് വന്നപ്പോൾ ഒരുപാട് വർക്ക് ലോഡ് കുറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഇങ്ങനെ. അപ്പോൾ മാൻ പവർ കുറവാണ്. നേരത്തിന് ഒരുപാട് നന്ദി. എന്താ പറയുക, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു നല്ല വേർഷനും ഒക്കെ കൊണ്ട് സാധ്യമാക്കുന്ന പ്രോസസ്സിലേക്ക് എത്തട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ. സിനിമയിലേക്ക് ഇനിയും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടാവട്ടെ. എൻ്റെ അടുത്തിരിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ വോക്ക് കാരണം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.